ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസിറ്റ് മൈ ഡ്രീം വേൾഡ്. ഞാൻ നിങ്ങളുടെ ജിഷ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫസ്റ്റ് റെഡ് കളർ പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഹാഫ് വരെയാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. എനിക്കതാണ് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ബോട്ടിലിൻ്റെ പകുതിയോളം റെഡ് കളറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗത്തായിട്ട് നമ്മൾ മഞ്ഞ കളർ, യെല്ലോ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ഫ്രണ്ട്സിന് ബർത്ത്ഡേക്കോ വെഡിങ് ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ വൈഫിനോ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കുറഞ്ഞ ചിലവിൽ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഈ ബോട്ടിൽ ഞാൻ ചെയ്തിട്ടുള്ളത് വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത്. ഫസ്റ്റ് കോട്ട് പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് പെയിൻറ്റ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പെയിൻറ്റ് ആകാത്ത ഭാഗത്തെല്ലാം സെക്കൻഡ് ടൈം പെയിൻറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ റെഡ് വരുന്ന ഭാഗത്ത് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ആ യെല്ലോ വരുന്ന ഭാഗത്തായിട്ട് ഫസ്റ്റ് ഞാൻ കുറച്ച് ഫെവിക്കോളാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതും ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ ഭാഗത്തായിട്ട് നമ്മൾ സ്വീക്കൻസ് മിനുക്ക് പൊടി ഇടാനായിട്ടാണ് പോകുന്നത്. യെല്ലോ കളർ പെയിൻറ്റ് കൊടുത്തിട്ടുള്ള ഭാഗത്ത് യെല്ലോ കളർ സ്വീക്കൻസും റെഡ് കളർ പെയിൻറ്റ് കൊടുത്തിട്ടുള്ള ഭാഗത്ത് റെഡ് കളർ സ്വീക്കൻസും ആണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആ സ്വീക്കൻസ് എല്ലാ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആ യെല്ലോ കളർ വരുന്ന എല്ലാ ഭാഗത്തോട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഹാർട്ട് ഷേപ്പ് വരഞ്ഞിട്ടുള്ളതിൻ്റെ ഉള്ളിൽ മാത്രം സ്വീക്കൻസ് ഇട്ട് കൊടുത്തിട്ടുള്ള ബാക്കി എല്ലാ ഭാഗവും യെല്ലോ ഭാഗത്ത് യെല്ലോ കളറും റെഡ് ഭാഗത്ത് റെഡ് കളറും സ്വീക്കൻസ് അപ്ലൈ ചെയ്ത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഹാർട്ട് ഷേപ്പിനകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഞാൻ അവിടെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ കാർട്ടിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെന്ന് കാണുക. അടുത്തതായിട്ട് ഞാനൊരു റെഡ് കളറ് സ്വീക്കൻസ് ഉള്ള ഗ്ലിറ്റർ ഫോം പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് എടുത്തിട്ട് ഞാനൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്ത് വെട്ടിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്ത് വെട്ടിയെടുക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും ഫ്ലവർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ എഴുതലിൻ്റെ ഭാഗത്ത് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്കൊരു കർവ് ഷേപ്പ് അല്ലെങ്കിൽ ഒരു വളഞ്ഞിട്ടുള്ള ഷേപ്പ് കിട്ടും ഫ്ലവറിൻ്റെ ഇതളുകൾക്കായിട്ട്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് കുഴി പോലെ ഒന്ന് കുത്തി കൊടുക്കണം. ഞാനിവിടെ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് പശ തേച്ച് നമുക്കതിനകത്തൊരു മുത്ത് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവറും റെഡിയായി. ഇനി ഈ ഫ്ലവേഴ്സിനെ എല്ലാം നമുക്ക് ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഒട്ടിച്ച ഫോട്ടോയുടെ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് ബീഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പേളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് പശ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ മുത്തുകൾ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഊള് ഉപയോഗിച്ചിട്ട്, അതായത് കമ്പിളി നാര് ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നമുക്കൊരു ഫിനിഷിങ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ യെല്ലോ വരുന്ന ഭാഗത്ത് നമ്മൾ മുന്നേ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം.
നിങ്ങൾക്ക് എൻ്റെ ഈ ബോട്ടിൽ ആർട്ട് ഗിഫ്റ്റ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ബോട്ടിൽ റെഡിയായി. ഇനി ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗിഫ്റ്റുകൾ പ്രിപ്പയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.